ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മാനേജറിയൽ സ്കിൽസ് ആണ്. പലതരത്തിലുള്ള സ്കില്ലുകൾ ഒരു മാനേജറിന് ആവശ്യമായിട്ടുണ്ട്. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മൾ പഠിക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. ഈ മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ മാനേജർ എന്ന് പൊതുവെ വിളിക്കാറില്ലേ. പല ടൈപ്പ് മാനേജേഴ്സ് ഉണ്ട്. എന്താണ്, മാർക്കറ്റിംഗ് മാനേജറുണ്ട്, പർച്ചേസ് മാനേജറുണ്ട്, പ്രൊഡക്ഷൻ മാനേജറുണ്ട്, HR മാനേജറുണ്ട്, ഫിനാൻഷ്യൽ മാനേജറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മാനേജേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ മാനേജറിയൽ സ്കിൽസാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എ സ്കിൽ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ട്രാൻസ്ലേറ്റ് നോളജ് ഇൻ ടു ആക്ഷൻ. സോ എന്താണ് സ്കില്ല്? നമുക്കുള്ള അറിവിനെ ആക്ഷനിലേക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിനെയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും പെർഫോമൻസ് കണ്ടിട്ടാണല്ലേ നമ്മൾ അവർക്ക് അവർ സ്കിൽഡ് ആണ് എന്ന് പറയുന്നത്. ആൻഡ് എപ്പോഴും ഒരാൾക്കുള്ള സ്കില്ല് ഇൻബോൺ ആയിട്ട് കിട്ടണം എന്നില്ല. ആക്ച്വലി ഇൻബോൺ ആയിട്ട് നമുക്ക് അങ്ങനെ സ്കില്ലുകളൊന്നും പ്രത്യേകിച്ച് നമുക്ക് ചില കഴിവുകളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സ്കില്ല്. നമുക്കത് ഇൻബോൺ ആയിട്ട് വേണമെന്ന് നിർബന്ധമില്ല. മറിച്ച് എങ്ങനെയാണ്, ബൈ ത്രൂ പ്രാക്ടീസ് ആൻഡ് ത്രൂ റിലേറ്റിംഗ് ലേണിംഗ്. അങ്ങനെ നമുക്ക് പഠനങ്ങൾ വഴി, നമ്മൾ അതിനകത്ത് പ്രാക്ടീസുകൾ വഴി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കില്ലുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഒരു മാനേജർ അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് സക്സസ്ഫുള്ളായി ചെയ്ത് തീർക്കണമെങ്കിൽ സർട്ടൈൻ സ്കിൽ പൊസസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ചില സ്കില്ലുകൾ അവർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് കോൺസെപ്ച്വൽ സ്കില്ല്, ഹ്യൂമൻ റിലേഷൻ സ്കില്ല്, ടെക്നിക്കൽ സ്കിൽ. ഇങ്ങനെ 3 സ്കില്ല് നിർബന്ധമായിട്ടും അവർക്ക് എന്തായിരിക്കണം, ആ സ്കില്ലിൽ അവർക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? കൺസെപ്ച്വൽ സ്കില്ലുണ്ട്, പിന്നെന്താണ്, ടെക്നിക്കൽ സ്കില്ലുണ്ട്, ഹ്യൂമൻ റിലേഷൻ സ്കില്ലുണ്ട്. ആൻഡ് ഇവിടെ പറയുന്നത് ബോത്ത് കൺസെപ്ച്വൽ സ്കിൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ ആർ നീഡഡ് ഫോർ ഗുഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹ്യൂമൻ സ്കിൽ ഈസ് നെസസറി ഫോർ എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർ ആവാൻ നമുക്ക് നല്ല ഹ്യൂമൻ റിലേഷൻ സ്കില്ലുകൾ വേണം. ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിന്, ഗുഡ് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു മാനേജർക്ക് നല്ല കോൺസെപ്ച്വൽ സ്കില്ലും വേണം, ടെക്നിക്കൽ സ്കില്ലും വേണം. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഓരോരോ സ്കില്ലുകളെന്ന് നോക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കൺസെപ്ച്വൽ സ്കില്ലാണ്. എന്താണ് കൺസെപ്ച്വൽ സ്കിൽ? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ച് മാനേജറിയൽ സ്കില്ലുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു മാനേജർക്ക് അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം എന്താണ് സ്കില്ല്? ഒരു മനുഷ്യൻ്റെ എബിലിറ്റി ടു ട്രാൻസ്ലേറ്റ് നോളജ് ടു ആക്ഷൻ ആണ് സ്കില്ലെന്ന് പറയുന്നത്. ഈ സ്കില്ലുകൾ അവർക്ക് ഇൻബോണായി കിട്ടിയില്ലെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് പ്രാക്ടീസ് വഴിയോ അല്ലെങ്കിൽ അയാളുടെ അറിവ് കൊണ്ടോ, അയാളുടെ അറിവ് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്നത് വഴിയോ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് നമ്മൾ ഇതിനകത്ത് മാനേജറിയൽ സ്കില്ലുകളിൽ ഒരു മാനേജർക്ക് നിർബന്ധമായിട്ടും കൺസെപ്ച്വൽ സ്കില്ലും ടെക്നിക്കൽ സ്കില്ലും ഹ്യൂമൻ റിലേഷൻ സ്കില്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം കാണാൻ പോകുന്നത് കൺസെപ്ച്വൽ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. സോ കൺസെപ്ച്വൽ സ്കില്ലെന്ന് പറയുന്നത് ഒരു മാനേജറിൻ്റെ, ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ടേക്ക് എ ബ്രോഡ് ആൻഡ് ഫാർസൈറ്റഡ് വ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ. ഒരു ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ അതിൻ്റെ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഫാർ സൈറ്റഡ് വ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുടെ വളരെ ആ ഒരു സ്ഥാപനത്തിനെ പറ്റിയുള്ള വിശാലമായിട്ടുള്ള ഒരു നോക്കിക്കാണൽ, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചയും അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു എത്തിനോട്ടവുമാണ് നമ്മളിവിടെ കോൺസെപ്ച്വൽ സ്കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ചിന്തിക്കാനുള്ള കഴിവ്, ഒരു വർക്കിംഗ് സിറ്റുവേഷനെ പറ്റി അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ഒരു മാനേജറുടെ ഇന്നോവേറ്റീവായും ക്രിയേറ്റീവായിട്ടുള്ള എബിലിറ്റികൾ, ഈ ഒരു എബിലിറ്റി ടു അസസ് ദ എൻവയോൺമെൻറ്റ്, അതായത് ഒരു സ്ഥാപനം നടന്നു പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടിനെ അസസ് ചെയ്യാനുള്ള കഴിവ്, ആ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങളെ നോക്കിക്കാണാനുള്ള കഴിവ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസെപ്ച്വൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് സ്കിൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്ച്വൽ സ്കില്ല് അദ്ദേഹത്തിന് എന്തിനെ സഹായിക്കുന്നു? ഈ ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗോള് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷന് വേണ്ടി ഒരു മാനേജർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടിയും
അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടിയും ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള എന്ത് സെറ്റ് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കൺസെപ്ച്വൽ സ്കില്ലാണ്. സോ നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക, ഇങ്ങനെ ഒരു കൺസെപ്ച്വൽ സ്കില്ല് ഇല്ലാത്ത ഒരു മാനേജറാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ അതൊരു ഫിനാൻഷ്യൽ മാനേജർ ആയിക്കോട്ടെ, ഒരു മാർക്കറ്റിംഗ് മാനേജർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇങ്ങനെയൊരു കൺസെപ്ച്വൽ സ്കില്ല് ഇല്ല അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കില്ല് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കൃത്യമായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നല്ലൊരു ഇന്നോവേറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇന്നോവേറ്റീവായിട്ടോ ക്രിയേറ്റീവായിട്ടോ വർക്ക് ചെയ്യാൻ ആ ഒരു മാനേജർക്കോ അവരുടെ ടീമിനോ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും. ആൻഡ് ഇതെന്താണ് നിങ്ങൾ ആ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദിസ് സ്കിൽ സീംസ് ടു ഇൻക്രീസ് ഇൻ ഇമ്പോർട്ടൻസ് ആസ് മാനേജർ മൂവ്സ് അപ്പ് ടു ഹയർ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു മാനേജർ ഹയർ പൊസിഷനിലേക്ക് പോകും തോറും റെസ്പോൺസിബിലിറ്റീസ് കൂടും തോറും ഈ ഒരു ദിസ് സ്കിൽ സീംസ് ടു ഇൻക്രീസ് ഇൻ ഇമ്പോർട്ടൻസ്. ഈ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സ്കില്ലായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് കൺസെപ്ച്വൽ സ്കില്ലിനെ കുറിച്ചുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലും ഹ്യൂമൻ റിലേഷൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് കാണാം. സോ മാനേജറിയൽ സ്കിൽസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു സ്റ്റുഡൻസ്.